ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പ്രകൃതിയും പ്രകൃതി സമ്പത്തും അള്ളാഹുവിന്റെ വരദാനമാണ്. ആകാശവും ഭൂമിയും ഭൂമിയിലെ സമസ്ത വസ്തുക്കളും മാനവരാശിയുടെ നന്മക്കായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യവസ്ഥാപിതവും സന്തുലിതവുമായ രീതിയിൽ സംവിധാനിച്ചു വെച്ചതാണ്. അന്ത്യനാൾ വരെയുള്ള സകല മനുഷ്യർക്കും ഉപയോഗപ്പെടുന്ന വിധമാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളും. നമ്മൾ താമസിക്കുന്ന ഭൂമി, ആ ഭൂമിയിലെ കുന്നുകളും മലകളും വനങ്ങളും ആറുകളും പുഴകളും നദികളും തോടുകളും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു വളരെ വ്യവസ്ഥാപിതമായി, വളരെ സന്തുലിതമായ രീതിയിൽ സംവിധാനിച്ചു വെച്ചതാണ്. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, മനുഷ്യൻ അവന്റെ കൊള്ളലാഭം കൊയ്യുന്നതിന് വേണ്ടി ഈ പ്രകൃതിയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു വരുന്ന വാതകങ്ങൾ ഓസോൺ പാളികളിൽ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള സൂചനകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുന്നുകളും മലകളും നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ വേണ്ടിയല്ല, വലിയ വ്യവസായശാലകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ, അമിതമായ ലാഭം കൊയ്യാൻ ആർത്തി പൂണ്ട മനുഷ്യൻ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാടുകളും വൃക്ഷങ്ങളും വെട്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ താളം തന്നെ നമ്മുടെ ആർത്തി മൂലം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഇസ്ലാമിന് പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പരിസ്ഥിതി ഒരിക്കലും മലിനമാക്കിക്കൂടാ. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പോലും മൂത്രമൊഴിക്കരുത് എന്ന് പഠിപ്പിച്ചത് ആ വെള്ളം അശുദ്ധമാക്കാൻ പാടില്ല, മലിനമാക്കാൻ പാടില്ല, പരിസ്ഥിതി മലിനമാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നൽകിയ അധ്യാപനങ്ങൾ നാം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഇടപെടൽ കാരണം, നമ്മുടെ ലാഭക്കൊതി കാരണം, നമ്മുടെ സ്വാർത്ഥത കാരണം നമ്മുടെ പരിസരം മലിനമാകാൻ പാടില്ല എന്ന് നമ്മൾ നിശ്ചയിക്കണം, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. എന്റെ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യം കാരണം എന്റെ നാടോ തെരുവോ മലീമസമാകാൻ പാടില്ല. എന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കാരണം തെരുവുകളും റോഡുകളും വഴിയോരങ്ങളും വികൃതമാകാൻ പാടില്ല, മലിനമാകാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു നിലപാടും ഒരു പ്രവർത്തനവും എന്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. അള്ളാന്റെ റസൂൽ അതല്ലേ പഠിപ്പിച്ചത്? നീ വഴിയിലൂടെ നടന്നു പോകുമ്പോ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന മുള്ളോ കല്ലോ കണ്ടാൽ അത് നീ മാറ്റിയിടണം, അത് സദഖയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, അവർ ഓക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ കേന്ദ്രമായി തെരുവുകളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിസ്ഥിതിയോടും പ്രകൃതിയോടും നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റാൻ നമ്മൾ സന്നദ്ധമാകണം, നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യങ്ങൾക്കും സ്വാർത്ഥതകൾക്കും വേണ്ടി ഈ പ്രകൃതിയുടെ താളം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഈ പ്രകൃതിയെ നമ്മൾ മലിനമാക്കാൻ പാടില്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ ഏൽക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. സൂറത്തുർ റൂമിലെ 41-ാം സൂക്തം. കരയിലും കടലിലും കുഴപ്പം വ്യാപിച്ചിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു മനുഷ്യകരങ്ങളുടെ ചെയ്തികൾ കാരണമായിട്ട്. മനുഷ്യന്റെ കൈകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
എന്തിനു ഈ കുഴപ്പങ്ങള്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവരുടെ ചെയ്തികളുടെ പ്രത്യാഘാതങ്ങൾ അവർക്കു തന്നെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി എന്നാണ്. ലഅല്ലഹും യർജിഊൻ, അങ്ങനെ പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ അവർ മടങ്ങിയേക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, അതിന്റെ കെടുതികൾ മനുഷ്യൻ ചൂടുമൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സൂചനകൾ നൽകുമ്പോൾ മടങ്ങിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്കും ആപത്തിലേക്കുമാണ് മാനവകുലം തന്നെ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അപകട സൂചന പരിശുദ്ധ ഖുർആൻ നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി സൗഹൃദ വികസനത്തിലേക്കും പ്രകൃതിയോട് താദാത്മ്യം പ്രാപിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചു വരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.